ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരുൺ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവോ? അവൻ സംസാരിച്ചപ്പോ എനിക്കെങ്ങനെ തോന്നി? ഏയ്, ശ്യാമെ നേരിട്ട് കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ആയിട്ടാ എനിക്ക് തോന്നിയേ. അല്ലെങ്കിൽ തന്നെ വരുണിന് സംശയം തോന്നുന്ന കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എങ്കിലും ഉള്ളിലൊരു ടെൻഷൻ പോലെ. ഞാൻ പറഞ്ഞതല്ലേ ഈ വേഷത്തിൽ അവിടെ ഇരിക്കണ്ടെന്ന്. ഇനി എന്ത് ചെയ്യും എടുത്തി? തൽക്കാലം നമ്മൾ പറഞ്ഞതൊക്കെ വരുണ് വിശ്വസിച്ചിട്ടുണ്ട്. എടുത്തി ആ വരുൺ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്. അത് ഞാൻ ഏറ്റു. ശ്യാമ ഇനി പുറത്തിറങ്ങണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി. എടുത്തി, വരുൺ എന്തെങ്കിലും സംശയം തോന്നി കാണുമോ? ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. വരുൺ, ശ്യാമാമ്മയുടെ ഇപ്പൊ തന്നെ ഇറങ്ങുമായിരിക്കും അല്ലേ? അല്ല, ഒന്ന് രണ്ട് വാക്കൂടെ സംസാരിച്ചിട്ട്. വരുൺ ഇനി ബുദ്ധിമുട്ടിക്കണ്ട. വരുൺ പൊയ്ക്കോളൂ. ഞാൻ പോവാം. അല്ല, ഫിദാമേഡത്തിനെ കണ്ടില്ലല്ലോ. ഫിദാമേഡത്തിനെ കൂടി ഒന്ന് വിളിക്കൂ. ഫിദ കുറച്ച് തിരക്കിലാണ് കേട്ടോ. എന്താ മേഡം ഇത്? ഒരു കാര്യം ചെയ്യും. ഞാനേ രാധികയുടെ ഒരു കാര്യം പറയാനാ ഫിദാമേഡത്തിനെ വിളിക്കുന്നതെന്ന് ഒന്ന് പറ. ഫിദാമേഡം അങ്ങ് ഓടി വന്നോളൂന്നേ. രാധികയുടെ എന്ത് കാര്യം? ഫിദാമേഡമല്ലേ അയാൾ എപ്പോഴും നിർബന്ധിക്കുന്നത് അയാളുടെ മ്യൂസിക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, എങ്ങനെയെങ്കിലും കണ്ടിന്യൂ ചെയ്യണമെന്ന്. ഞാനും ആ തീരുമാനത്തിൽ തന്നെയാ. അതിന് പക്ഷെ ഒരു കുഴപ്പമുണ്ട്. രാധിക ഒന്ന് നിർബന്ധിക്കണം. അയാളിപ്പോ ഈ കുടുംബജീവൻ എന്നൊക്കെ പറഞ്ഞങ്ങനെ സെറ്റിലായിരിക്കുക. അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണ്ടേ? അത് വേണം. രാധിക ഇപ്പൊ വന്നപ്പോ ഫിദ ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചിട്ടുണ്ടാവും. എന്നാലും ഫിദാ മേഡത്തിനോടൊന്ന് നേരിട്ട് സംസാരിച്ചാലേ എനിക്ക് സമാധാനാവൂ. ഫിദാ മേഡം, ഫിദാ മേഡം, ഫിദാ മേഡം, മേഡം. എന്താ വരുൺ? എന്താ അമൃത? അല്ല, ഞാൻ അതെ, ഞാൻ ഈ രാധിക മ്യൂസിക് കണ്ടിന്യൂ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാ. അപ്പം അമൃത അവിടെ പറഞ്ഞു നിങ്ങൾ ഓൾറെഡി അത് സംസാരിച്ചു കഴിഞ്ഞുവെന്ന്. രാധികയുടെ മ്യൂസിക്കിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് വരുൺ ഒരു ടെൻഷനും വേണ്ട. രാധികയെ ഉയരങ്ങളിൽ എത്തിക്കാൻ തന്നെയാ. അക്കാര്യത്തിൽ എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും. താങ്ക് യു മാഡം. കേട്ടോ, അല്ല, നിങ്ങളുടെ അമ്മയും മോളും കൂടെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഹാപ്പിയാ. എന്നാ പിന്നെ സംസാരിക്കാനുള്ള കാര്യം കഴിഞ്ഞല്ലോ. വരുൺ ഇറങ്ങിക്കോളൂ. ഇതെന്താ അമൃത മാഡത്തിന് എന്നെ ഇറക്കി വിടാൻ ഇത്ര തിരക്ക്? വേറൊന്നുമല്ല വരുൺ, ശ്യാമ മേഡമേ പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരാളാ. ഈ വലിയ വലിയ കലാകാരന്മാർക്ക് അങ്ങനെ ചില താല്പര്യമുണ്ടല്ലോ. അത് കറക്റ്റാ. പക്ഷേ ഫിദാ മേഡം എനിക്ക് ചെറിയൊരു ഉപകാരം കൂടി ചെയ്യണം. എന്താ? അത് പറ്റില്ല എന്ന് മാത്രം പറയരുത്. ഇല്ല, വരുൺ കാര്യം എന്താന്ന് വെച്ചാ പറയൂ. അല്ല, എനിക്കേ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കണം. അതിനെന്താ? ഇങ്ങ് വരൂ. അയ്യോ, അതല്ല. അമൃത മേഡവും ഫിദാ മേഡവും ചേർന്ന് നിൽക്കുന്നത്
ആ ഫോട്ടോ എനിക്ക് എപ്പോ വേണമെങ്കിലും എടുക്കാമല്ലോ. എനിക്ക് വേണ്ടതേ ഫിദ മേഡത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയാ, ശ്യാമ മേഡത്തിന്റെ കൂടെ. അല്ല, ഞാൻ അധികം ബുദ്ധിമുട്ടിക്കില്ല. ജസ്റ്റ് എ ഫ്യൂ സെക്കൻഡ്സ്, അത്രേ ഉള്ളൂ. ഫിദ മേഡം ശ്യാമ മേഡത്തിന് ഒന്ന് വിളിച്ചേക്ക്, വരാൻ പറ. വരുൺ വേണ്ട, ആ, ശ്യാമ വേറൊരു ടൈപ്പാ. ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ശ്യാമയുടെ ഫോട്ടോസും ഇന്റർവ്യൂസും ഒന്നും അങ്ങനെ കാണാറില്ലല്ലോ. ആ, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ശ്യാമയ്ക്ക് അതൊന്നും ഇഷ്ടമില്ല. പിന്നെ രാധികയായിട്ട് വരുമ്പോ നമുക്ക് എടുക്കാം. എങ്കിൽ പിന്നെ അത് മതി മാഡം. എനിവേ ഞാൻ ഹാപ്പിയാണ്. ഏതായാലും ശ്യാമ മേഡത്തിനെ ഞാൻ കണ്ടുപിടിച്ചല്ലോ. അല്ല, കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാ കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ കണ്ടല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ പിന്നെ ഓക്കെ, എന്നാ ശരി, കാണാം. ശരി. ആ അതെ, ഈ രണ്ടുപേരെയും ഒപ്പം നിർത്തി ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭാഗ്യം ഇല്ലാന്നല്ലേ ഉള്ളൂ. എന്നാ പിന്നെ ഫിദ മേഡത്തിന്റെ കൂടെ ഒരു സെൽഫി അങ്ങ് എടുത്തേക്കാം. താങ്ക് യു മാഡം. അല്ല, ഫിദ മേഡത്തിന്റെ മുഖം കാണാനുള്ള ഭാഗ്യമില്ല. എന്നാ ഈ രൂപത്തിലെങ്കിലും ഒരു സെൽഫി കയ്യിലിരിക്കട്ടെ, അതൊരു ക്രെഡിറ്റ് അല്ലേ. എന്നാ പിന്നെ ശരി മാഡം. ശരി. എടുത്തേ, വരുൺ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവോ? അവൻ സംസാരിച്ചപ്പോ എനിക്കങ്ങനെ തോന്നി. ഏയ്, ശ്യാമെ നേരിട്ട് കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ആയിട്ടാ എനിക്ക് തോന്നിയേ. അല്ലെങ്കിൽ തന്നെ വരുണിന് സംശയം തോന്നുന്ന കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എങ്കിലും ഉള്ളിലൊരു ടെൻഷൻ പോലെ. ഇനിയിപ്പോ വരുണിന് എന്തെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഈ കള്ളക്കളി അവസാനിപ്പിക്കാനുള്ള സമയമായതുകൊണ്ടാവാം. എടുത്തേ ഒന്നും മിണ്ടാതിരുന്നേ. വരുൺ തിരിച്ചറിയുന്നതോ തിരിച്ചറിയാതിരിക്കുന്നതോ അല്ലല്ലോ പ്രശ്നം.